നികുതിയില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം, ഭൂപ്രകൃതി കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും ധാരാളം പ്രത്യേകതകളുള്ള സംസ്ഥാനം. സിക്കിമിനെ വിവരിക്കണമെങ്കിൽ ചുരുങ്ങിയ വാക്കുകൾ പോരാതെ വരും. എങ്കിലും എന്തുകൊണ്ട് സിക്കിം ഇന്ത്യയിലെ ഒരേ ഒരു നികുതിരഹിത സംസ്ഥാനമായി മാറിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2025 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരു അപൂർവ സാമ്പത്തിക സൗകര്യം അനുഭവിക്കുന്ന ജനതയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനമാണ് സിക്കിം. ഇവിടെ ജനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ആദായ നികുതി നൽകേണ്ടതില്ല. ഇതിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 371F എന്ന വ്യവസ്ഥയും ഇൻകം ടാക്സ് 1961 സെക്ഷൻ 10(26)(a) എന്ന നിയമവുമാണ് അടിസ്ഥാനമായിരിക്കുന്നത്. സിക്കിമിലെ സിക്കിം സബ്ജക്ട്സ് റെഗുലേഷൻ 1961 പ്രകാരം ഔദ്യോഗികമായി സിക്കിമീസ് ആയ അംഗീകൃതമായവർക്കാണ് ഈ നികുതി ഇളവ് ബാധകമാകുന്നത്. ഇതിൽ ശമ്പളത്തിനൊപ്പം പലിശ വരുമാനം, ലാഭവിഹിതം തുടങ്ങിയവയും ഉൾപ്പെടുന്നു. അതായത് സിക്കിമിലെ ചിലർ കോടികൾ വരുമാനം ഉണ്ടാക്കിയാലും അവർക്ക് ഒരിക്കലും നികുതി അടയ്ക്കേണ്ടതായി വരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ താമസിക്കുന്നുവെങ്കിൽ ഒരു നിശ്ചിത വരുമാന പരിധി കടന്നാൽ ആദായ നികുതി അടയ്ക്കേണ്ടതായുമുണ്ട്. കൂടാതെ എല്ലാ നികുതിദായകരും ജൂലൈ 31 അകം റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുമാണ്. എന്നാൽ സിക്കിമിലെ സിക്കിമീസ് പൗരന്മാർക്ക് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. 1975 ഇന്ത്യയിൽ ലയിക്കുന്നതിന് മുൻപ് വരെ സിക്കിം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ലയനം നടന്നപ്പോൾ അവിടുത്തെ പൗരന്മാരുടെ സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക നികുതി ഇളവുകൾ അനുവദിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഇന്നുവരെ സിക്കിമീസുകാർ ആദായ നികുതി ഇളവ് ലഭിക്കുന്നത്. നികുതിരഹിത പദവിയിലൂടെ നിരവധി സാമ്പത്തിക ഗുണങ്ങൾ അവർക്കുണ്ട്. സിക്കിമിലെ ജനങ്ങൾക്ക് നികുതി ബാധ്യത ഇല്ലാത്തതിനാൽ അവരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം എപ്പോഴും ഉണ്ടായിരിക്കും. ഇതിലൂടെ പ്രധാനമായി 3 ഗുണങ്ങളുണ്ട്. 1. നിക്ഷേപങ്ങൾ വർദ്ധിച്ചു. ടൂറിസം, കാർഷിക മേഖല, ചെറിയ ബിസിനസ്സുകൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടക്കുന്നുണ്ട്. 2. പ്രാദേശിക സാമ്പത്തിക വളർച്ച. ജനങ്ങൾക്ക് കൂടുതൽ ഉപഭോഗശേഷി ലഭിച്ചതോടെ പ്രദേശത്തെ വ്യാപാരം പുരോഗമന പാതയിലാണ്. 3. ഇൻവെസ്റ്റ്മെന്റിനുള്ള ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നികുതി മുക്ത പദവി കൊണ്ട് സിക്കിം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മത്സരാധിഷ്ഠിതമായ സാഹചര്യത്തിലേക്ക് മാറുന്നു. സിക്കിം പൗരന്മാർക്ക് എല്ലാ വരുമാനങ്ങൾക്കും നികുതി മുക്തമാകുമ്പോഴും ഇന്ത്യയിലാകമാനം ചില പ്രത്യേക വരുമാനങ്ങൾക്ക് ആളുകൾ നികുതി നൽകേണ്ടതില്ല. കാർഷിക വരുമാനം, NRI അക്കൗണ്ടിലെ പലിശ, സർക്കാർ സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്ക് നികുതി നൽകേണ്ടതില്ല. സിക്കിം ഇന്ത്യയിലെ ഏക ടാക്സ് ഫ്രീ സോൺ എന്ന നിലയിൽ നിലകൊള്ളുന്ന സംസ്ഥാനമാണ്. രാജ്യത്തിന്റെ സാധാരണ നികുതി നിയമങ്ങൾ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നില്ല. ഇത് ഈ ജനതയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും പ്രത്യേക രാജ്യമായി നിലകൊണ്ട സിക്കിമിനെ കൈവശപ്പെടുത്തുവാൻ ചൈനയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുവാൻ അവിടുത്തെ ജനങ്ങൾക്ക് നിരവധി ഇളവുകളും പ്രത്യേക സൗകര്യങ്ങളും നൽകുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ രാജ്യത്തെ സാധാരണ നികുതിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുമ്പോൾ സിക്കിം അതിന്റെ പ്രത്യേക പദവി നിലനിർത്തിയിരിക്കുകയാണ്. ഇത് ഭാവിയിൽ മാറ്റം വരുമോ എന്ന് പറയാനാകില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിക്കിമീസുകാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി മുക്ത സൗകര്യമാണ് ലഭിക്കുന്നത്.